ബി.ജെ.പിയുടെ പുതിയ സംസ്ഥാന കാര്യാലയം ഉദ്ഘാടനം ഇന്നാണ്. മാരാർജി ഭവൻ ഉദ്ഘാടനം ചെയ്യാൻ എത്തുന്നത് അമിത്ഷായാണ്. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സാർ കണ്ടിരുന്നോ? ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന ഘടകത്തിൻ്റെ പ്രധാന ഓഫീസാണ് മാരാർജി ഭവൻ. മുമ്പ് ഉണ്ടായിരുന്നു ഇവിടെ. പാർട്ടി വളർന്നതനുസരിച്ച് ഇവിടെ കെട്ടിടവും അങ്ങ് വളർന്നു എന്നുള്ളതാണ്. ഇവിടെ തിരുവനന്തപുരത്ത് തൈക്കാടാണ് ഈ മാരാർജി ഭവൻ. അത്ര ആരും അറിയാതെ കിടന്നിരുന്നതാണ്. പക്ഷേ 2014 നരേന്ദ്രമോദി അധികാരത്തിലെത്തിയ നാൾ മുതൽ അവിടെ വലിയ ശ്രദ്ധാകേന്ദ്രമായി മാറി. കേരളത്തിലെ ബി.ജെ.പിക്ക് ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാകാൻ തുടങ്ങുമ്പോൾ ആ പാർട്ടി കാര്യാലയം വളരെ ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങി. ഓരോ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും അതിൻ്റെ ഫലം വരുമ്പോഴും മാധ്യമങ്ങളുടെ മുഴുവൻ ശ്രദ്ധ മാരാർജി ഭവനിലേക്കാണ് പോകുന്നത്. ഇവിടെ 50 സെൻറ്റിനകത്ത് 60,000 ചതുരശ്ര അടിയിലാണ് ഈ കാര്യാലയം പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നത്. 50 സെൻറ്റിനകത്ത് 60,000 ചതുരശ്ര അടിയിലെ 5 നിലകളായിട്ട് ഹെൽപ്പ് ഡെസ്ക് മുതൽ ഡോർമിറ്ററി വരെ സൗകര്യങ്ങളുണ്ട്. ഡോർമിറ്ററിയും മറ്റ് പ്രധാനപ്പെട്ട വ്യക്തികൾ വന്നു കഴിഞ്ഞാൽ താമസിക്കാനുള്ള പ്രത്യേക സൂട്ടോടുകൂടി തന്നെ ഉള്ള ഒരു വലിയ സമുച്ചയമാണ്. ലൈബ്രറി, അതുപോലെ തന്നെ ഓഫീസ് കാര്യങ്ങൾ, പ്രസിഡന്റിന് വലിയ ഒരു ഒരു ജനസഞ്ചയത്തെ ഉൾക്കൊള്ളാൻ കഴിയുന്ന തരത്തിലുള്ള ഓഡിറ്റോറിയവും അവിടെ പ്രവർത്തന സജ്ജമായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം തിരുവനന്തപുരത്ത് 3 പാർട്ടികളുടെയും പ്രധാന പാർട്ടികളുടെയും ആസ്ഥാന മന്ദിരം വളരെ അടുത്തായിട്ട് തന്നെയുണ്ട്. ഒരു 3 കിലോമീറ്റർ ചുറ്റളവിലായിട്ട് ഇവർ 3 പേരും സ്ഥിതി ചെയ്യുന്നുണ്ട്. പാളയത്ത് AKG സെൻറ്റർ, വെള്ളയമ്പലത്ത് ഇന്ദിരാഭവൻ, തൈക്കാട് മാരാർജി ഭവൻ. AKGയും ഇന്ദിരയും മാരാർജിയും അങ്ങനെ പോരിന് തയ്യാറെടുക്കുന്നു എന്നുള്ളത് കൂടിയാണ്. ഇതിനകത്ത് വേറൊരു കാര്യം, മറ്റ് 2 പാർട്ടി ഓഫീസുകളിലും ഇല്ലാത്ത തരത്തിൽ, പാർട്ടി ആസ്ഥാനങ്ങളിലും ഇല്ലാത്ത ഒരു കാര്യം ഞാൻ ഇവിടെ കണ്ടു. അതായത് ഹെൽപ്പ് ഡെസ്ക്. സാധാരണ വലിയ കമ്പനികളുടെയും മറ്റ് സ്വകാര്യ സ്ഥാപനങ്ങളുടെയും അല്ലെങ്കിൽ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലുമൊക്കെയാണ് ഈ ഹെൽപ്പ് ഡെസ്ക് കാണുന്നത്. ഇവിടെ ഒരു ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന ഘടക ഓഫീസിൻ്റെ ഫ്രണ്ടിൽ ഹെൽപ്പ് ഡെസ്ക് എന്ന് പറഞ്ഞാൽ ഈ കേന്ദ്ര പദ്ധതികൾ നിരവധിയുണ്ട്, നമ്മൾക്ക് പോലും അറിയാത്ത തരത്തിലുണ്ട്. ഈ പദ്ധതികളെക്കുറിച്ചൊക്കെ ജനങ്ങൾക്ക് പറഞ്ഞ് കൊടുക്കുന്നതിന് വേണ്ടിയാണ്. ഇതിനെക്കുറിച്ച് സംശയമായിട്ട് ചെന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ വിശദമായി ലഭിക്കും. മുമ്പൊരിക്കൽ സുരേഷ് ഗോപിയും പറഞ്ഞിട്ടുണ്ട്, പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും പറഞ്ഞിട്ടുണ്ട്, ഈ പാർട്ടി കേന്ദ്രങ്ങൾ സേവാ കേന്ദ്രങ്ങളായി മാറണം എന്ന്. ജനങ്ങളെ സേവിക്കുന്നതാണ്, അല്ലാതെ അവിടെ ഇരുന്നുകൊണ്ട് നമ്മുടെ CPMൻ്റെ പാർട്ടി ഓഫീസുകൾ നോക്കിയാൽ അവിടെ ബീഡിയും വലിച്ച് കട്ടൻ ചായയും കുടിച്ച് പരിപ്പ് വടയും തിന്ന് ഈ വലിയ സൈദ്ധാന്തിക വിചാരം നടത്തും. കോൺഗ്രസിൻ്റെ പാർട്ടി ഓഫീസ് നോക്കിയാൽ കുറേ അലസന്മാർ ഇങ്ങനെ വന്നിരുന്ന് കതറ് വിട്ട് മസിലും പെരുക്കി ഇരിക്കുന്നത് കാണാം. മാരാർജി ഭവൻ അല്ലെങ്കിൽ BJPയുടെ ഓഫീസ് അങ്ങനെ ആകാൻ പാടില്ല. ഇതിൽ നിന്ന് വ്യത്യസ്തമാകണം. കാരണം നിരവധി പദ്ധതികളുണ്ടെന്നേ. കുട്ടികൾക്ക് പഠനത്തിനാവശ്യമായിട്ടുള്ള സഹായം ലഭിക്കുന്ന തരത്തിലുള്ള സ്കോളർഷിപ്പ്, കർഷകർക്ക് വേണ്ട തരത്തിലുള്ള സഹായം, പിന്നീട് സ്വയം സംരംഭകർക്ക് വേണ്ട തരത്തിലുള്ള ലോൺ സൗകര്യങ്ങൾ, ഇങ്ങനെ നിരവധി നിൽക്കുകയാണ്. പിന്നെ വഴിവാണിഭക്കാർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക ലോൺ സൗകര്യങ്ങൾ, ഇതൊക്കെയുണ്ട്. സബ്സിഡിയോട് കൂടിയത്, വളരെ തുച്ഛമായ പലിശയ്ക്ക്. ഇത് പലപ്പോഴും അറിയാതെ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഹെൽപ്പ് ഡെസ്ക് വന്നിരിക്കുന്നത്. ഇത് മാരാർജി ഭവനിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യമാണ്. പിന്നെ ഓരോ നിലകളിലേക്കും കയറുമ്പോഴും ചെല്ലുമ്പോഴും
പ്രധാനമായിട്ട് APJ അബ്ദുൽ കലാം ഉൾപ്പെടെയുള്ളവരുടെ, സർദാർ വല്ലഭായി പട്ടേൽ, ഇങ്ങനെ ഒക്കെ ഉള്ളവർ പറഞ്ഞിട്ടുള്ള, നരേന്ദ്രമോദിയൊക്കെ പറഞ്ഞിട്ടുള്ള ചില ആശയങ്ങൾ, വളരെ അർത്ഥഗർഭമായിട്ടുള്ള ആശയങ്ങൾ വരുന്ന വാക്കുകളും അവരുടെ ചിത്രവും ആലേഖനം ചെയ്തിട്ടുണ്ട് എന്നുള്ളതും പ്രത്യേകമാണ്. പിന്നെ ഈ ഹെൽപ്പ് ഡെസ്കിൻ്റെ കാര്യം പറയുമ്പോൾ ഈ ഇന്ദിരാഭവനിലോ അല്ലെങ്കിൽ AKI സെൻറ്ററിലോ എന്ന് പറഞ്ഞാൽ, AKI സെൻറ്ററിൽ എന്ന് പറഞ്ഞാൽ മുഖം കടിപ്പിച്ച് വലിയ ദാർഷ്ട്യത്തോടു കൂടിയിരിക്കും. നമ്മൾ പണ്ട് കാലത്ത് ആരുടെയെങ്കിലും സഹാക്കന്മാരുടെയൊക്കെ നമ്പർ വേണമെങ്കിൽ അവിടെ വിളിച്ചാണ് എടുക്കുന്നത്. എടുക്കാൽ ഉടൻ ഞാൻ നമ്പർ ചോദിക്കും, ഹോൾഡ് ചെയ്തോളൂ എന്ന് പറഞ്ഞ് നമ്മളെ വെരുട്ടിക്കൊണ്ടാണ് എന്നിട്ട് ഒരു പ്രാവശ്യം പറയും. ഇങ്ങനെയൊക്കെയുള്ള രീതിയാണ്. ഇന്ദിരാഭവനി വരുമ്പോഴോ നോക്കട്ടെ എന്ന് പറഞ്ഞ് ഈ ഫോൺ കുറേ നേരം ഹോൾഡ് ചെയ്തേക്കും. പിന്നെ സഹിയായിട്ട് നമ്മൾ അത് വെച്ചിട്ട് പോകും. അവിടുന്ന് കൃത്യമായ ഉത്തരം കിട്ടത്തില്ല. ഭരണമില്ലെന്നുണ്ടെങ്കിൽ ഇന്ദിരാഭവൻ ഉണ്ടല്ലോ, വെറും ശ്മശാനമാണ്. ഭരണമില്ലെങ്കിൽ, ഭരണം ഉണ്ടെന്നുണ്ടെങ്കിൽ ദിവസവും രാവിലെ ഈ അമൂൽ ബേബികളെല്ലാം കൂടെ കുളിച്ച് കുട്ടപ്പന്മാരായി മസിലും പെരുക്കി കതറുവിട്ട് പിന്നെ സുന്ദരമായ ചിരിയോടുകൂടി, പിന്നെ കോൾഗേറ്റിൻ്റെ പരസ്യമാണോ എന്ന് തോന്നിപ്പോകുന്ന തരത്തിലുള്ള ചിരിയോടുകൂടി വരുന്നത് കാണാം. പക്ഷേ ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് ഇവർ എന്നുള്ളതാണ്. അപ്പോൾ ഇനിയൊരു തെരഞ്ഞെടുപ്പ്, 2 തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോവുകയാണ്. അപ്പോൾ ആ തെരഞ്ഞെടുപ്പിലൊക്കെ ഉണ്ടാകാൻ പോകുന്ന നേട്ടം മുഖ്യമന്ത്രിക്കുള്ള ഓഫീസ് പോലും ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അതൊക്കെ ആ ഒരു അതിശയോക്തി കലർത്തി പറയുന്നതാണ്. ഇപ്പം പാർട്ടി ഓഫീസ്, മുഖ്യമന്ത്രിക്ക് അവിടെ ഓഫീസിൻ്റെ ആവശ്യമില്ലല്ലോ. മുഖ്യമന്ത്രി ഇരിക്കുന്നത് സെക്രട്ടേറിയറ്റിലല്ലേ. BJPയുടെ മുഖ്യമന്ത്രി വരികയാണെന്നുണ്ടെങ്കിൽ അത് സെക്രട്ടേറിയറ്റിലാണ് ഇരിക്കുന്നത്. അടുത്ത 2026 എന്തായാലും BJP കേരളത്തിൽ അധികാരത്തിൽ വരത്തില്ലല്ലോ. ഭാവിയിലുണ്ട്, നമുക്ക് നിഷേധിക്കാൻ പറ്റത്തില്ല. കാരണം മറ്റ് 2 പ്രസ്ഥാനങ്ങൾ ഇവിടെ പിടി അയഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ. അപ്പോൾ എന്തായാലും ഇവരുടെ ഈ ഗൃഹപ്രവേശം, ഈ വീടിൻ്റെ ഈ മാരാർജി ഭവൻ്റെ ഒരു ഐശ്വര്യമായിരിക്കും ഇനി അങ്ങോട്ട് കേരളത്തിൽ കാണാൻ പോകുന്നതെന്ന് തോന്നുന്നു. കാരണം ഇവിടെ നിന്നായിരിക്കും ഇനി പലതരത്തിലുള്ള പുതിയ ഭാരവാഹി പട്ടിക വന്നിട്ടുണ്ട്. അതിനകത്തൊക്കെ തന്നെ എതിർപ്പും ചിലരെയൊക്കെ ഒതുക്കി എന്നുള്ളതുമായ വാർത്തകളും ഒക്കെ നിൽക്കുന്നുണ്ട്. അതൊക്കെ ആയിക്കൊള്ളട്ടെ. അല്ല, നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. കുറച്ച് നാൾ മുമ്പ് വരെ BJP എന്ത് ഒരു കാലത്തും താമര വിരിയില്ല എന്നൊക്കെ പറഞ്ഞ് പുച്ഛത്തോടെയായിരുന്നു കേരളത്തിലെ മലയാളികൾ കണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, അല്ലേ? സാറിന് ഓർമ്മയില്ലേ? കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ്, ഇങ്ങനെയായിരുന്നു കേരളത്തിൻ്റെ ഒരു പോക്ക്. പക്ഷേ വളരെ പെട്ടെന്നാണ് ഇവരുടെ ഒരു എന്താ പറയുന്നത്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള ഇവരുടെ ഒരു നേട്ടം എന്ന് പറയുന്നത്. ഈ BJPയുടെ ഓഫീസ് എവിടെയാണെന്നോ, അല്ലെങ്കിൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ആരാണെന്നോ, അല്ലെങ്കിൽ അതിനൊന്നും വലിയ പ്രാധാന്യം കൊടുത്തിട്ടില്ലായിരുന്നു. പക്ഷേ ഇത്തവണ രാജീവ് ചന്ദ്രശേഖർ ഏറ്റെടുത്തപ്പോൾ മാധ്യമങ്ങൾ ഉൾപ്പെടെ വലിയ രീതിയിൽ കൊട്ടിഘോഷിക്കുകയും ജനങ്ങൾ ഉറ്റുനോക്കുകയും ചെയ്തിരുന്നു ആരാണ് അധ്യക്ഷനായിട്ട് വരുന്നത് എന്നുള്ളത്. ഇപ്പോൾ ഓരോ തെരഞ്ഞെടുപ്പിലും മറ്റേത് കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ്, CPM, UDF, LDF എന്ന് പറയുന്ന ആ ഒരു സ്ഥാനത്ത് BJPയുടെ ഒരു NDAയുടെ ഇത് എത്രമാത്രം ഉണ്ട് എന്ന് തെരഞ്ഞെടുപ്പിൽ മാധ്യമങ്ങൾ പോലും ശ്രദ്ധിക്കുന്ന ഒരു കാലഘട്ടം അടുത്തിരിക്കുകയാണ്. അപ്പം ഈ ഒരു ആസ്ഥാന മന്ദിരത്തിൻ്റെ ഒരു പ്രൗഢിയാണ്. ഇപ്പം ഇന്ന് രാവിലെ വാർത്താ മാധ്യമങ്ങളിലൊക്കെ നോക്കിയാൽ അറിയാം, ഇതേ ഉള്ളൂ കാണാൻ. അകത്തൊന്നും അധികം ആൾക്കാരെ ഒന്നും പ്രവേശിപ്പിച്ചിട്ടില്ലെങ്കിലും ഈ പറഞ്ഞതുപോലെ അമിത്ഷാ വരുന്നു. ഇതൊക്കെ വലിയ രീതിയിലൊരു, കാരണം BJPയുടെ ഒരു വല്ലാത്ത വളർച്ച കേരളത്തിൽ അത് സംഭവിച്ചു കഴിഞ്ഞു. ഇനി ഒരു പ്രതിപക്ഷ സ്ഥാനത്തേക്ക് ഒരു പക്ഷേ BJP വന്നെന്നിരിക്കും. ഒരു പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇപ്പം ഇന്നലെ VD സതീശൻ പറഞ്ഞോണം, ആദ്യത്തെ മുഖ്യമന്ത്രി EMS എന്നാൽ അവസാനത്തത് പിണറായി എന്നുള്ളൊരു ഇത് ആണിക്കല്ലടിക്കേണ്ടി വരുമെന്ന് ഇന്നലെ VD സതീശൻ പറഞ്ഞതുപോലെ ആകുമോ CPMൻ്റെ അവസ്ഥ എന്നുള്ളതും അറിയില്ല. കാരണം അത്രയേറെ 2ാം പിണറായി സർക്കാരിൽ ഒരു ജനവിരോധം വന്നു കഴിഞ്ഞു. പക്ഷെ എന്നാലും പാർട്ടി പോകില്ല എന്നുള്ളതാണ്. പക്ഷേ എന്നാലും ഒരു പ്രതിപക്ഷ സ്ഥാനത്തേക്ക് BJP വളരും. 2026 കിട്ടിയില്ലെങ്കിൽ അടുത്ത തവണ അവർ പ്രതിപക്ഷ സ്ഥാനത്തെങ്കിലും വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവരുടെ ഒരു വളർച്ചയും പ്രവർത്തന രീതി അത്തരത്തിലാണ്. രാഷ്ട്രീയ മതഭേദമന്യേ അവർ ഏത് കാലം, ഇപ്പോൾ സുരേഷ് ഗോപിയൊക്കെ തന്നെയാണെങ്കിലും എന്തൊരു ആവശ്യം ഉണ്ടെങ്കിലും അദ്ദേഹം അത് നേരിട്ട് കണ്ടറിഞ്ഞ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അവിടെ സംസ്ഥാനം ഭരിക്കുന്ന വ്യക്തി മറ്റേ CPM അല്ലേ, നിങ്ങൾ അവരോട് പറയുന്നുള്ളതല്ല. എന്ത് കൺമുമ്പിൽ കാണുന്നോ
അതിപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ആണെങ്കിൽ അവർക്ക് വേണ്ടുന്ന കേന്ദ്രത്തിൽ നിന്ന് എന്തെങ്കിലും സഹായം ജനങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ചെയ്തു കൊടുക്കും അല്ലേ. ഇപ്പോൾ റോഡിൻ്റെ ആണ് മറ്റെന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ കാണുന്നത്. അപ്പോൾ അവരുടെ ഒരു പ്രവർത്തന രീതി ഭയങ്കരം ആയിട്ടുള്ള ഇതാണ്. പക്ഷേ ഇത്തരത്തിൽ സാർ പറഞ്ഞതുപോലെ ഇപ്പോൾ സംസ്ഥാനത്തെ പ്രധാന വ്യക്തികളെയൊക്കെ നേതാക്കന്മാരെയൊക്കെ തിരഞ്ഞെടുത്ത സമയത്ത് BJP ആദ്യം കേരളത്തിൽ വിതച്ച കുറച്ച് നേതാക്കന്മാരുണ്ട്. അവരെയൊന്നും നമുക്ക് വിസ്മരിക്കാൻ പറ്റില്ല. ഇപ്പോൾ സുരേന്ദ്രനാണെങ്കിലും ഈ പറഞ്ഞോണം കുമ്മനം ആണെങ്കിലും ഈ പറഞ്ഞ പ്രമുഖ വ്യക്തികളൊക്കെ അന്നൊക്കെ ഇവരെയൊക്കെ കാണുന്നത് കോമാളികളായിട്ട് കണ്ടിരുന്ന ഒരു കേരളം ഉണ്ടായിരുന്നല്ലേ. ഇവരെയൊക്കെ കാണുമ്പം കോമാളികളായിട്ട് കണ്ടിരുന്ന കേരളം BJP പിന്നെ ഇവിടെ വേറെ പാർട്ടിയാ എന്ന് പറഞ്ഞിരുന്ന ഒരു കേരളത്തിൽ നിന്നും അവർ ഇത്രത്തോളം വളർത്തിയെടുക്കാൻ BJP എന്താണെന്ന് വളർത്തിയെടുക്കാൻ സഹായിച്ച കുറച്ച് നേതാക്കന്മാർ. അപ്പോൾ അവരെയൊന്നും വിസ്മരിച്ചുകൂടാ ഈ ഒരു സന്ദർഭത്തിൽ. ഏതായാലും മാരാർജി ഭവൻ നമുക്കും ഒന്ന് പോയി കാണാം അല്ലേ. അതെ, ഈ 2 സീറ്റിൽ നിന്നാണ് ഇപ്പം ആദ്യം പാർലമെന്റിൽ ഇരുന്നത്. ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന BJPയുടെ സീറ്റ് അതെ ആലോചിക്കണം. അപ്പോൾ കേരളത്തിലും ഇതുപോലുള്ള ഒരു വളർച്ചയ്ക്ക് സകല കാര്യങ്ങളും ആസൂത്രണം ചെയ്യുന്ന ഇടമായിട്ട് മാരാർജി ഭവൻ മാറും.